മാനവികതയുടെ ശാന്തിദൂതന് വിട നൽകാൻ ലോകം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പുരോഗമിക്കുകയാണ്. കർദിനാൾ കെവിൻ ഫാരൽ മുഖ്യ കാർമ്മികനാകും. ശനിയാഴ്ചയാണ് സംസ്കാരം. Sebastiane, ora pro eo, Sante Bonifati, ora pro eo, Sante Stanislae, ora pro eo. വിവരങ്ങളുമായി അഗസ്റ്റ് സെബാസ്റ്റ്യൻ ചേരുന്നു. സെബാൻ, ഇപ്പോൾ എന്തൊക്കെ ചടങ്ങാണ് അവിടെ പുരോഗമിക്കുന്നത്? സേതു, പോപ്പ് ഫ്രാൻസിസിൻ്റെ വിലാപയാത്ര 1:30 ആരംഭിച്ചു. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചു. അവിടെ ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ്. ശനിയാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. അതുവരെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിനുണ്ടാവും. ഇപ്പോൾ നിരവധി ആളുകൾ അവിടെ അദ്ദേഹത്തിൻ്റെ അവസാനമായി അദ്ദേഹത്തെ കാണാനും അതിൻ്റെ അന്ത്യ ചടങ്ങുകളിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനുമായി നിരവധി ആളുകളൊക്കെ തന്നെയും അവിടെയുണ്ട്. ഇപ്പോൾ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ഇത് നടക്കുന്നത്. നമുക്ക് തത്സമയം കാണാം. നേരത്തെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട കാര്യം ആ സംസ്കാരത്തിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെയും മുൻകാല പോപ്പുമാരുടെ ശവസംസ്കാര ചടങ്ങുകൾ വ്യത്യസ്തമായിരിക്കും. കാരണം അതിൻ്റെ ചടങ്ങുകൾ വളരെ സങ്കീർണമായ ചടങ്ങുകളാണ്. വലിയ പരമ്പരാഗത ചട്ടബന്ധിതമായ ചടങ്ങുകളാണിത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തൻ്റെ ശവസംസ്കാരം ലളിതമായിരിക്കണം എന്ന സന്ദേശം, അല്ലെങ്കിൽ ലാളിത്യത്തിൻ്റെ സന്ദേശം ലോകത്തിന് നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ സംസ്കാരവും എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ 2024 ഏപ്രിൽ അദ്ദേഹം മാറ്റം വരുത്തി. ഇതനുസരിച്ച് ലളിതമായ ചടങ്ങുകളായിരിക്കും, ശവസംസ്കാര ചടങ്ങുകളായിരിക്കും നടക്കുക. അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടി മുതൽ ബാക്കിയുള്ള ചടങ്ങുകളിലൊക്കെ തന്നെയുള്ള സങ്കീർണതകളൊക്കെ തന്നെ അദ്ദേഹം ഒഴിവാക്കി. നേരത്തെ വളരെ വിലപിടിപ്പുള്ള തടിയിൽ തീർത്തിട്ടുള്ള ശവപ്പെട്ടികളാണ് മുൻകാല പോപ്പുമാർ ഉപയോഗിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം സാധാരണ തടിയിൽ സിംഗിൾ ലൈനിങ്ങിലുള്ള ഒരു ശവപ്പെട്ടിയാണ് അദ്ദേഹം നേരത്തെ തന്നെ അത് ആവശ്യപ്പെട്ടിരിക്കും. അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യ നിദ്ര അതിലാണ് നടക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ പോപ്പുമാരെ ഉയർത്തി വെക്കുന്ന കാറ്റഫാക്ക് എന്ന് പറയുന്ന ഒരൽപ്പം ഒരു പീഠത്തിൽ ശവപ്പെട്ടി ഉയർത്തി വെക്കുന്ന രീതിയുണ്ട്. അതും ഒഴിവാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അതനുസരിച്ച് അദ്ദേഹം ഒരു സാധാരണ ഏതൊരാളെ പോലെയുമുള്ള ഒരു അന്ത്യനിദ്ര ആണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ചുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ആലങ്കാരികമായി ഇതിൻ്റെ പരമ്പരാഗതമായി ഒരു പേപ്പൽ അന്ത്യോപചാര ചടങ്ങുകളിൽ വരുന്ന റെഗാലിയ എന്ന് പറയുന്ന തരത്തിലുള്ള വലിയ ആഡംബര സംവിധാനങ്ങളത്തിൽ അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ തന്നെയും ഒഴിവാക്കാൻ പ്രത്യേകം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും നമുക്കറിയാം, ലോകത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ അതിൻ്റെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ ഏറ്റവും മാനവികമായ സന്ദേശം, ലാളിത്യത്തിൻ്റെ സന്ദേശം, പാവപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ദരിദ്രരോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന സന്ദേശം നൽകണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള പോപ്പാണ് ഫ്രാൻസിസ്. നിരവധിയായിട്ടുള്ള എടുത്തു പറയേണ്ട നിരവധി സവിശേഷതകളൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ പേപ്പസി കാലഘട്ടത്തും ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം മരണശേഷവും അത്തരത്തിലുള്ള ചില മുദ്രകളാണ് അവശേഷിപ്പിക്കുന്നത്, അത്തരത്തിലുള്ള സന്ദേശങ്ങളാണ് അവശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ചരിത്രത്തിലാദ്യമായ ഒരു പോപ്പിൻ്റെ ശവസംസ്കാരം വത്തിക്കാന് പുറത്തായിരിക്കും നടക്കുക. വത്തിക്കാൻ നഗരത്തിൻ്റെ മതിലുകൾക്ക് പുറത്ത് ആയിരിക്കും ബസിലിക്ക, സെൻറ്റ് മേരീസ് ബസിലിക്ക മഗിയോർ എന്നറിയപ്പെടുന്ന ബസിലിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യനിദ്ര, അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉണ്ടാവുക. ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യമായാണ് അദ്ദേഹം നമുക്കറിയാം, യൂറോപ്പിന് പുറത്തു നിന്നുള്ള ആദ്യത്തെ ബിഷപ്പാണ് അദ്ദേഹം. ലാറ്റിൻ അമേരിക്കക്കാരനായ അർജൻറ്റീനയിൽ നിന്നുള്ള ബിഷപ്പ് എന്ന നിലയിലാണ് അദ്ദേഹം പോപ്പാവുന്നത്. അങ്ങനെ ആദ്യമായി ഒരു യൂറോപ്പിനല്ലാത്തൊരു പോപ്പ് എന്ന നിലയ്ക്ക് അദ്ദേഹം ആ സവിശേഷതയോടുകൂടി ആരംഭിക്കുകയും ആകെ തന്നെ ഉള്ള സംഘർഷങ്ങളിലൊക്കെ തന്നെ മാനവികമായ നിലപാടെടുക്കുന്നു. മുൻകാലത്ത് സഭ സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് നിലപാടുകളിൽ അദ്ദേഹം വ്യത്യാസം വരുത്തുന്നു, ശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നു. ഇത്തരത്തിലുള്ള വലിയ
മാറ്റങ്ങളൊക്കെ തന്നെയും സഭയ്ക്കുള്ളിൽ വരുത്തിയ ഒരു പോപ്പെന്ന നിലയിലാണ് ആ നിലയ്ക്കാണ് ആ ഒരു പോപ്പിൻ്റെ യുഗം എന്ന നിലക്കാണ് അതിൻ്റെ അലയൊലികളൊക്കെ തന്നെയുമാണ് ഇനി സഭയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അദ്ദേഹം തൻ്റെ ആദ്യനിദ്രയിലും അന്ത്യോപചാര ചടങ്ങുകളിലും അടക്കം പ്രതിഫലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശവും അതുതന്നെയാണ്. ഈ ലാളിത്യത്തിന് സന്ദേശം പേർന്നത് നമുക്കറിയാം. പോപ്പ് ഫ്രാൻസിസ് ആണ് ആദ്യമായി ട്രാൻസ്ജെൻഡറുകളെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും ഒക്കെ തന്നെ സഭയിൽ അവരും ദൈവമക്കളാണ് എന്ന് എന്ന് പ്രഖ്യാപിച്ച ചരിത്രപരമായ പ്രഖ്യാപനം നടത്തുകയും വിധിക്കാൻ ഞാൻ ആര് എന്ന പ്രസ്താവനയോടുകൂടി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം ലോകമാകത്തിൻ്റെ മാധ്യമങ്ങളത്തിനെയും വലിയ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് വലിയ ചർച്ചകൾക്ക് ഇടയാക്കുകയും ചെയ്തു. കാരണം നമുക്കറിയാം യാഥാസ്ഥിതികമായ നിലപാടുകളുടെ പേരിലാണ് എക്കാലവും മുൻകാല പോപ്പുമാരെയൊക്കെ തന്നെ കത്തോലിക്ക സഭയെ തന്നെ ചരിത്രത്തിലാകെ തന്നെ വിമർശിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിരവധിയായിട്ടുണ്ടായിട്ടുണ്ട്. ആ ചരിത്ര സാഹചര്യങ്ങളൊക്കെ നിൽക്കെയാണ് അദ്ദേഹം നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ, മാനവികമായ മൂല്യങ്ങളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ച് ആധുനിക മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പോപ്പ്, ഒരു സഭാ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹം ലോകത്തിന് മുന്നിൽ സ്വയം അവതരിപ്പിക്കുന്നു. ട്രാൻസ്ജെൻഡറുകളായിട്ടുള്ള ആളുകളെ വത്തിക്കാനിൽ വെച്ച് അദ്ദേഹം സ്വീകരിക്കുന്നു. അവരുടെ തന്നെ അനുഭവ സാക്ഷ്യം എല്ലാവരെയും ഉൾച്ചേർക്കണമെന്ന സന്ദേശം നൽകിയ പോപ്പ് ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം വരെയും അദ്ദേഹം നൽകുന്ന സന്ദേശം തീർത്തും ചരിത്രപരമാണ്, വിപ്ലവകരമാണെന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ അദ്ദേഹം ശനിയാഴ്ച വരെ ഈ ലൈങ് ഇൻ ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട സംസ്കാര സമയം വരെ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിലുണ്ടാവും. നിരവധി ആളുകൾ, ലോക നേതാക്കളൊക്കെ തന്നെയും അവിടെ എത്തിച്ചേരും. ഇപ്പോൾ വത്തിക്കാനിൽ നിന്നുള്ള നമുക്കറിയാം അവിടെ വലിയ പ്രൊസഷനോട് കൂടിയാണ് അദ്ദേഹത്തെ അവിടേക്ക് എത്തിച്ചത്. ശരി സെബാൻ.